സദ്ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശക്തിബോധി ഗുരുകുലത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പലരും എന്നോട് പറഞ്ഞു, ഞാൻ ധാരാളം വായിക്കുന്ന ഒരാളാണെന്നാണ് പൊതുവെ ആളുകളുടെ ധാരണ. അതിൽ കുറച്ചൊക്കെ സത്യമുണ്ട്. ഈ വായിച്ചതിൻ്റെയൊക്കെ അറിവ് ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്തുകൂടെ എന്ന് എന്നോട് ചോദിച്ചു. ജനങ്ങളിലേക്ക് അറിവ് പകർന്നു കൊടുക്കാൻ ഒരു വിഷമവും ഇല്ല. പക്ഷേ പകർന്നു കൊടുക്കുമ്പോൾ അത് ചോരാതെ ജനങ്ങളുടെ ഉള്ളിലേക്ക് കയറണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒരു ഭാഷാശൈലി രൂപീകരിക്കുമ്പോൾ അത് സാധാരണക്കാർ തൊട്ട് പണ്ഡിതന്മാർ വരെയുള്ളവർക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു സംവേദനക്ഷമതയുള്ള ഭാഷയായിരിക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടി ശ്രമിക്കുമ്പോൾ കുറേ സമയമെടുക്കും ഒരു ചെറിയ കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാൻ തന്നെ. അപ്പോൾ അതിലുള്ളൊരു മടി കൊണ്ടാണ് ഞാനതങ്ങനെ കൂടുതൽ വിഷയങ്ങൾ പറയാൻ ശ്രമിക്കാത്തത്. ചില സമകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ആവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഏറ്റവും അത്യാവശ്യമായ ഭാഷയിൽ കുറഞ്ഞ സമയം ഉപയോഗിച്ച് പറയാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഇതുവരെ. അപ്പം അത് പോരാ എന്നൊരു അഭിപ്രായം കേൾവിക്കാരിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ ജനാധിപത്യ യുഗത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പം ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് 4 തൂണുകൾ വേണം എന്നാണ് പറയുന്നത്. ഇപ്പം 4 തൂണുകൾ ഉള്ള ഒരു പെരയാണ് ജനാധിപത്യം എന്നാണോ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ അല്ല. ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് 4 കാര്യങ്ങൾ വേണം എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഒന്ന്, ജുഡീഷ്യറി അഥവാ നീതിന്യായ വ്യവസ്ഥ, ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്ന, ഭരണഘടനാനുസൃതമായി ശരിയും തെറ്റും വിലയിരുത്തി പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു വ്യവസ്ഥയാണ് നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്. അത് വേണം, ജുഡീഷ്യറി വേണം. പിന്നെ നിയമനിർമ്മാണ വ്യവസ്ഥ വേണം, ലെജിസ്ലേറ്റീവ് വേണം. അത് ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളായ ആളുകൾ കൂടിയാലോചിച്ചിട്ടാണ് നിയമനിർമ്മാണം നടത്തുന്നത്. ഇപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയാണോ നടക്കുന്നത് എന്നുള്ളത് വേറെ പരിശോധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളിലൂടെ ജനങ്ങൾ അവരെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ നിർമ്മിച്ച് അത് കൂട്ടിച്ചേർക്കുന്നു ഭരണഘടനയുമായി ബന്ധപ്പെടുത്തി. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിയമനിർമ്മാണ വ്യവസ്ഥ വേണം, അതിൻ്റെ സഭ വേണം. മൂന്നാമത് പറയുന്ന എക്സിക്യൂട്ടീവ് വേണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ വേണം. അപ്പോൾ ജുഡീഷ്യറിക്കും നിയമനിർമ്മാണ വ്യവസ്ഥയ്ക്കും വിധേയമായിട്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദം വേണം. അതിൽ കളക്ടർ മുതൽ പ്യൂൺ വരെയുള്ള, പഞ്ചായത്തിലെ പ്യൂൺ വരെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും പെടും. പിന്നെ വേണ്ടത് ജനാധിപത്യത്തിൻ്റെ വാർത്തകൾ ജുഡീഷ്യറി ചെയ്യുന്നതും നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ളവർ ചെയ്യുന്നതും നിയമനിർമ്മാണ സഭയിൽ നടക്കുന്നതും പൊതുവെ ജനജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതുപോലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കിടയിൽ നടക്കുന്നതൊക്കെ ആയ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനുള്ള ഒരു സംവിധാനം, മാധ്യമം വേണം എന്നുള്ളതാണ്. ഇതിനെ 4നെയാണ് 4 തൂണുകൾ എന്ന് പറയുന്നത്. ഇതിൽ ഏത് ദുർബലമായാലും, ഏത് നിക്ഷിപ്ത താല്പര്യങ്ങളാൽ മലീമസമായാലും, ഏതൊന്ന് അഴിമതിക്കും അക്രമത്തിനും വിധേയമായാലും, ഏതൊന്ന് ബലപ്രയോഗത്തിൻ്റെ മാത്രം വ്യവസ്ഥയായി അധപ്പതിച്ചാലും ജനാധിപത്യം തകർന്നു പോകും. ഇതുപോലെ തന്നെ ധർമ്മത്തിന് 4 തൂണ് വേണം എന്നാണ് ഭാരതത്തിലെ ധർമ്മശാസ്ത്രങ്ങൾ ഋഷിമുനിമാരിലൂടെ പ്രസ്താവന ചെയ്ത് വച്ചിട്ടുള്ളത്. വൃഷോഹി ഭഗവാൻ ധർമ്മ എന്ന് പറയും. എന്ന് വെച്ചാൽ കാളയായിട്ടാണ് ധർമ്മത്തെ സങ്കല്പിച്ചിരിക്കുന്നത്. ജനാധിപത്യത്തെ 4 തൂണുള്ളൊരു വീടായിട്ട് സങ്കല്പിക്കാമെങ്കിൽ ധർമ്മത്തിനെ കാളയായിട്ട് സങ്കല്പിക്കുന്നതിൽ വലിയ അപാകതയൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല നമുക്ക്.
അപ്പോൾ ധർമ്മത്തിന് 4 തൂണുണ്ട്, 4 കാലുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ധർമ്മമാകുന്ന കാളയ്ക്ക് 4 കാലുകൾ ഉണ്ട് എന്ന് പറയുന്നു. ഏതൊക്കെയാണ് ആ 4 കാലുകൾ? 1 സത്യം, 2 തപസ്, 3 ശൗചം, 4 ദയ. സത്യം എന്ന് പറഞ്ഞാൽ എന്തൊന്നാണോ ഉള്ളത് അത്. പിന്നെ തപസ് എന്ന് പറയുന്നത് ഈ സത്യത്തെ അറിയാനും അതിൽ മുറുകെ പിടിച്ച് ജീവിക്കാനുമുള്ള കരുത്ത് നേടുന്നതിന് വേണ്ടുന്ന മാനസികവും ശാരീരികവുമായ പ്രവർത്തനത്തെ പൊതുവെ തപസ് എന്ന് പറയാം. പിന്നെ വേണ്ടത് ശൗചമാണ്, ബാഹ്യവും ആഭ്യന്തരവുമായ ശുചിത്വം, പരിശുദ്ധി എന്ന് പറയുന്നത്. പരിശുദ്ധി വേണം. പിന്നെ പറയുന്നത് ദയയാണ്. എന്ന് വെച്ചാൽ എല്ലാറ്റിനോടും ദയാവായ്പുണ്ടാവണം. അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് മോശമാണെന്ന് പറയാൻ അന്നെന്ന പോലെ ഇന്നും നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ ധർമ്മത്തിന് ഈ 4 കാല് വേണമെന്ന് പറയുമ്പോൾ സത്യമില്ലാത്തിടത്ത് ധർമ്മമില്ല എന്നും, ദയയില്ലാത്തിടത്ത് ധർമ്മമില്ല എന്നും, വൃത്തിയില്ലാത്തിടത്ത് ധർമ്മമില്ല എന്നും, തപസ്സില്ലാത്തിടത്ത്, പെയിൻ ഇല്ലാത്തിടത്ത് ധർമ്മമില്ല എന്നും ഒക്കെ പറയേണ്ടി വരും. അപ്പോൾ ധർമ്മത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും നിലനിൽപ്പിനുള്ള ഈ 4 തൂണുകളിലാണ് ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു പൗരൻ എന്ന നിലയിൽ, സമൂഹത്തിൻ്റെ ഒരു അംഗം എന്ന നിലയിൽ നമ്മുടെയൊക്കെ ഭദ്രമായ നിലനിൽപ്പിൻ്റെ സാധ്യതകൾ കിടക്കുന്നത്. അതുകൊണ്ട് 4 തൂണുകളിൽ ഒന്നിനെയും നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവർ നശിപ്പിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ജാഗ്രതയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയും വേണം. അതുപോലെ ധർമ്മം എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ആളുകൾ ഈ സത്യമുള്ളവരാണോ, ദയയുള്ളവരാണോ, ശുചിത്വമുള്ളവരാണോ, അതുപോലെ തപസ്സുള്ളവരാണോ എന്നും നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കണം. നമസ്കാരം. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.